ഉപദ്രവിച്ചു. എന്റെ പൂക്കിനെ അവര് വലിച്ചോണ്ടുപോയി. എന്നെ വലിച്ചോണ്ടുപോയി. വെൽക്കം ടു കണക്കുണ ന്യൂസ്. ഞാൻ നിങ്ങളുടെ കണക്കുണ മോഹനൻ. ഞെട്ടുക കേരളമേ ഞെട്ടുക. പട്ടിയായാൽ കുരയ്ക്കും, പൂച്ചയായാൽ മാന്തും, പ്രാവായാൽ പറക്കും, കാക്കയായാൽ തൂറും. കേവലം ഒരു മനുഷ്യനായാൽ ഒന്ന് പ്രണയിക്കില്ലേ? അതിൽ തെറ്റുണ്ടോ? എന്റെ പൊന്നു സാറേ, ഞാൻ ചൂരിടാൻ വന്നാണ് സാറേ. സാറേ എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. സാറേ എല്ലാം ഇവനാണ് സാറേ ചെയ്തത്. എല്ലാം ചെയ്ത് ഇവനാ സാറേ. ലജ്ജിക്കുക കേരളമേ ലജ്ജിക്കുക. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. സദാചാരോ അത് ഞാനുള്ളപ്പോഴാ. ഹലോ ഹലോ കുടമാറ്റാൻ ഇതിലും വലിയ കുടം ഞാൻ കണ്ടിട്ടുണ്ടോ? എനിക്കടാ ആലമ്പന്മാര് എനിക്കടാ. സദാചാരം അത് ഞാൻ സഹിക്കില്ല. അതിനങ്കിലല്ലേ ഞങ്ങളെത്തെല്ലാം വന്ന്. ഓ അതിനല്ലേ സദാചാരം എന്ന് പറയുന്നത്. അപ്പൊ മറ്റേതെന്താ? അന്ത്യശ്വാസം. ആ അതൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ ഇത് ട്രൂ ലവ് ആണ്. ആ എന്നാ കുഴപ്പമില്ല. ഞാനേ സ്ഥിരമായിട്ട് ഇവിടുന്ന ചൂണ്ടിടുന്നേ. നിങ്ങളെ അവിടെ കുറ്റിക്കാളുണ്ട്. മോളെ അവിടെ തന്നെയാണ് വെയിലുള്ള പിരമിഡ. എൻജോയ് എൻജോയ്. നല്ല പൂക്കിങ്ങള്. ആരോരുമില്ലാത്ത തിണ്ടി ഓരടി മണ്ണി. കരയിലിരുന്നിട്ട് ചൂണ്ടയെറിഞ്ഞിട്ട് മീനൊക്കെ പിടിച്ചാലോടാ. കരിമീനും ചാളയും അയിലയും വറ്റയും കിളിമീനും കിട്ടിയാലോടാ. വീട്ടിൽ ചെന്നിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെച്ച് തിന്നാലോടാ. പണിക്ക് പോകാതെ മീൻ പിടിച്ചിട്ട് ഭാര്യയുടെ തെറിയും കേൾക്കാം. ഗ്രൂപ്പിൽ നിന്ന് സേവാക്കി കണ്ട ഐറ്റംസ് ഒക്കെ വീട്ടിൽ പയറ്റി നോക്കാം. അവൾ തൂക്കിയെടുത്തങ്ങ് വലിച്ചെറിയുമ്പോൾ റോട്ടിൽ പോയി അങ്ങ് കിടക്കാം. ചീച്ചി ചീച്ചി ചീ പ്രേമ, ചീച്ചി 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 ചീ പ്രേമ. ഇന്നാർക്കെങ്കിലും പണിയുണ്ടോ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? കേരളത്തിൽ ആർക്കാണ് ഇവിടെ ജോലിയുള്ളത്? 35 വയസ്സായവർക്ക് ഇവിടെ പെണ്ണില്ല. അതെങ്ങനെയാ? ജോലി വേണ്ടേ? കേരളത്തിന്റെ പുറത്തു വരെ രക്ഷകളാ. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ കഷ്ടം. ആ പ്രേമ, നീ പണിക്ക് വരണ്ട. എന്ത് പണി? ഞാനൊരു പെയിന്റിങ് കോൺട്രാക്ട് എടുത്തിട്ടാ. ഒരാള് കുറവുണ്ട്. 1500 രൂപ വരാം. നീ വാടാ. നീ ഒന്ന് പോയടാ. ഞാനേ DMA ആണ്. അല്ല ഏതാ പെയിന്റ്? ഏഷ്യൻ. എന്തേ എന്ത് ഊള പെയിന്റടാ? ഞാനൊന്നുമില്ല. കരിമീൻ കൊത്തുന്ന സമയമാണ്. നീ പണിക്ക് വരണ്ട. പിടിച്ചിരുന്നോ? DMA പിടിച്ചു കിടത്താണല്ലോ. എന്റെ അല്ലേ, ഞാൻ പിടിച്ചോളാം. ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരാ പ്രേമ. മരപ്പട്ടി ഇറങ്ങി തോന്നുന്നുണ്ടാ. മരപ്പട്ടിയാ? നിനക്ക് ഇടാൻ മണവണപ്പ. ആശാനെ. ആ 90s കിറ്റ് എത്തിയല്ല. നീ എവിടെ പോയി കിടപ്പടെ? അതെ ആശാനെ, വരുന്ന വഴിക്ക് ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താടാ? ആശാൻ പണ്ട് പുറകെ കിടന്നൊരു പെണ്ണില്ലേ? ഏത് പെണ്ണ്? ആശാനെ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആശാൻ എൻ്റെ കയ്യിൽ ലെറ്റർ എന്നിട്ട് ഞാൻ ആ ചേച്ചി കൊണ്ടേ കൊടുത്തിട്ട് ചേച്ചി എന്നെ തല്ലിയത് ഓർമ്മയുണ്ട? എന്നിട്ട് ഞാൻ ആശാനെ വന്ന് തല്ലി ഓർമ്മയുണ്ട? തങ്കമണി. ആ ചേച്ചി പിന്നെയും പ്രസവിച്ചു. ട്വിൻസ്. മൂട് മൊത്തം പോയി. നീ എന്തിനാ മരമാണ് ഇതൊക്കെ എന്റെ അടുത്തെന്ന് പറയണേ? ഇപ്പൊ ആ ചേച്ചിക്ക് 2 ആണും 2 പെണ്ണുമായി. അവൾക്ക് ഇത് തന്നെ പണിയാ. വരൂ ആശാനെ, ആശാനൊരു അവസരം വരും. ചേട്ടാ മീൻബലം കിട്ടിയാ? തിമിംഗലോണ്. എന്താ വേണ? ഇയാളായതുകൊണ്ട് വല്ല പൂഞ്ഞാറ്റിനെ കിട്ടുള്ളൂ. എന്താ രാവിലെ ഒന്നൊരു പച്ചയായിട്ടിരിക്കുക. നിന്റെ കയ്യിലും ഉണ്ടാ? എന്റെയിലൊന്നുമില്ല. എന്റെയിലും ചോയ്സ് ഇല്ല. കഞ്ചാവിലുണ്ടാ? ഇല്ലടാ, MDMA ഉണ്ട്. എന്താ വേണോ?
അവനൊക്കെ കഞ്ചാവിലാണ് ക്ലാസ്സിൽ പോയിട്ട് എന്ത് ചെയ്യാനാടാ? പുതിയ സിലബസ് ആയിരിക്കും. തന്തമാര് പേടിച്ചു പോയി. എന്താടാ ഇപ്പത്തെ പിള്ളേര്. അത് വിടാശാനെ, അവൻ വന്നില്ലേ? ആര്? ജെൻസിയാ? ആ, അവനൊക്കെ സമയത്തിന്റെ വില അറിയോടാ. ഇന്നലെ രാത്രി തുടങ്ങിയ മോങ്ങലാണ്. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത്? നമ്മുടെ പുരുന്നാലേ അവന് സന്തോഷമുള്ളതെന്നാ, നമ്മുടെ പുരുന്നാലേ അവന് സമാധാനമുള്ളതെന്നാ. തേങ്ങയാണ് മാങ്ങണെന്ന് പറഞ്ഞിട്ട് ആ കുറഞ്ഞവരും കാണാനില്ല. അമ്മേ, ഇവനെന്തോടുന്ന് വന്നു? ഞാൻ വഞ്ചിക്കപ്പെട്ട ആശാനെ. അടിപൊളി. പിന്നെ ആരടാ വഞ്ചി കയറ്റിയത്? ആശാനെ, ചേട്ടാ, നിങ്ങള് രണ്ടുപേരും അറിയാണ്ട് 1.5 മാസമായിട്ട് എനിക്കൊരു പെൺകുട്ടിയായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു. എടാ നാറി, ഞാൻ തന്നെ തളിച്ചിട്ട് 6 മാസമായി. അയ്യേ, ഒന്ന് വെറുതെ ആശാനെ, നീ പറയടാ കുട്ടാ. പോയാ? ആ പോട്ടെ. 1.5 മാസം മുമ്പ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ് ഞാൻ അവളെ. പിന്നെ ഒരു 2 ദിവസം ഫേസ്ബുക്കിലായിരുന്നു. പിന്നെ അവൾ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് പ്രൊമോഷൻ അയ്യോ, പറയണേക്കടോ. പറയുവാർന്നോടാ. പെണ്ണുണ്ട്. നീ പറയണം മുത്തേ, നീ പറ. 1.5 മാസം മുമ്പ് ഫേസ്ബുക്കിൽ കരിമീന്റെ കുഞ്ഞാണ്. ഇത് പൂഞ്ഞാട്ടി. ഫേസ്ബുക്കിലൂടെ ഇത് കരിമീന്റെ കുഞ്ഞാണ്. പോടാ, പൂഞ്ഞാട്ടിയാടോ? കരിമീന്റെ കുഞ്ഞാണ്. എടോ, ഇവിടെ ശ്രദ്ധിക്കടോ, ഒന്ന് പറയണേ കേക്കടോ. പറഞ്ഞോടാ. 1.5 മാസം മുമ്പ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ് ഞാൻ. 2-3 ദിവസം ഫേസ്ബുക്കിലൂടെ സംസാരിച്ചു. അവിടെ നിന്ന് അവൾ എനിക്ക് പ്രമോഷൻ തന്നു. ഇൻസ്റ്റ ഐഡി. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റയിലൂടെ ഒരു 5-8 ദിവസം പോയി. അവിടെ നിന്ന് അവൾ എനിക്ക് ഡബിൾ പ്രമോഷൻ തന്നു. അവളുടെ വാട്സ്ആപ്പ് നമ്പർ, പിന്നെ കോളായി, ചാറ്റായി. ഞങ്ങൾ പരസ്പരം ഹൃദയം വരെയും കൈമാറി. ഒരിക്കൽ രാജമ്മനോട് ചോദിച്ചു, ഞങ്ങളുടെ അതാണെന്നോട് പറഞ്ഞേ? അറിയില്ല. ഒന്ന് പോടോ, നീ പറടാ. അവള് 2K കിട്ടാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. നീ എന്നെ തല്ലല്ലടാ.